പ്രിയപ്പെട്ടവരെ, കണ്ണൂരോളത്തിൻ്റെ ഇന്നത്തെ യാത്ര കണ്ണൂരിലെ പാപ്പിനിശ്ശേരിയിലുള്ള കാട്ടിലപ്പള്ളി, അതായത് മൂന്നുപെറ്റുമ്മ പള്ളി മഖാം എന്ന് പറയും. പേരിൽ തന്നെ ഉണ്ടല്ലേ കുറച്ച് അതിശയം. അതെ, അതിശയിക്കാനുള്ള കഥകളും ഐതിഹ്യങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിക്കടുത്തുള്ള വളവട്ടണ പുഴയുടെ സമീപത്ത് കടോത്ത് വയൽ എന്ന സ്ഥലത്താണ് ഈ പള്ളിയുള്ളത്. നമ്മുടെ കണ്ണൂരിൻ്റെ അതിരുകളില്ലാത്തൊരു ജാതിമത സ്നേഹത്തിൻ്റെ ഇന്നും നിലനിൽക്കുന്ന ഒരു അടയാളമാണ് ഈ പള്ളി. നമ്മളിപ്പോൾ പള്ളിയിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. കേരളത്തിൽ വെച്ച് തന്നെ അറിയപ്പെടുന്ന ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന, എല്ലാ വിഭാഗങ്ങളും ഒത്തുചേരുന്ന അറിയപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ കാട്ടിലെ പള്ളി. കയറിപ്പോകുന്ന ആരെയും ഒരു വിവേചനമില്ലാതെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു സംസ്കാരമാണ് ഇവിടെയുള്ളത്. നമുക്കപ്പോൾ ധൈര്യമായിട്ട് ഒരു സങ്കോചവുമില്ലാതെ കയറിപ്പോകാം. ഇനി നമുക്ക് ഇതിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടക്കാം. അതായത് വർഷങ്ങൾക്ക് മുന്നേ പോർച്ചുഗീസ് വിരുദ്ധ സമരകാലത്ത് മരക്കാർ തറവാട്ടിലെ കലന്തർ മരക്കാർക്ക് തൻ്റെ കാരണവന്മാരെയും സഹോദരന്മാരെയും ഒക്കെ നഷ്ടപ്പെട്ടു. അതായത് ഏഴിമലക്കടുത്ത് വെച്ചിട്ട് ഗാമ ഒരു കപ്പൽ അഗ്നിക്കിരയാക്കി. ആ കപ്പലിൽ ഇദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികളൊക്കെ മരിച്ചു. അതിൽ കാരണവന്മാരും സഹോദരന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള തൻ്റെ കുടുംബക്കാരുടെ രക്തത്തിന് പ്രതികാരം വീട്ടാൻ കലന്തർ മരക്കാർ തീരുമാനിക്കുന്നു. അങ്ങനെ മരക്കാർ പൊന്നാനിയിൽ നിന്ന് 1668 വളവട്ടണത്ത് വന്ന് താമസമാക്കുകയാണ് ചെയ്യുന്നത്. അന്ന് കണ്ണൂർ കോട്ടയിൽ പറങ്കികളുമായിട്ടുള്ള ഒരു സംഘട്ടനത്തിൽ വളവട്ടണക്കാരുടെ ആത്മവീര്യത്തിൻ്റെ കഥകൾ ഈ കലന്തർ മരക്കാരെ അതിയായി ആകർഷിച്ചിരുന്നു. അങ്ങനെയാണ് വളവട്ടണത്ത് എത്തി അങ്ങനെ ഒരു സംഘത്തെ ഉണ്ടാക്കുകയും അതുവഴി ഈ ഗാമയോട് പ്രതികാരം വീട്ടണം, അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടാണ് ഇവർ വളവട്ടണത്ത് വന്ന് താമസമാക്കുന്നത്. അങ്ങനെ മരക്കാർ വളവട്ടണത്തിനടുത്തുള്ള ഒരു വീട്ടിൽ ഭാര്യയോടൊപ്പം താമസിച്ചു വരികയും ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഈ ഒരു പുണ്യപ്രവൃത്തി എന്ന രീതിയിൽ ആ സ്ത്രീ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ദിവസവും ചക്കരക്കഞ്ഞി എന്ന പേരിലൊരു കഞ്ഞി വെച്ച് എല്ലാ ദിവസവും എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പുണ്യപ്രവൃത്തിയൊക്കെ ചെയ്ത സ്ത്രീയായിരുന്നു. മരക്കാർ ഈ പ്രതികാരം വീട്ടാൻ വേണ്ടി സംഘടിപ്പിച്ച ഈ സംഘത്തിൽ മരക്കാർ തൻ്റെ വലങ്കയായി സ്വീകരിച്ചത് കുട്യാലി ശയിക്കുന്ന ധീരയോദ്ധാവിനെയായിരുന്നു. അങ്ങനെ അവർ കളരി പരിശീലനമൊക്കെ നടത്തിയിട്ട് ഒരു സംഘത്തിനെ സ്വരൂപിച്ചു. അങ്ങനെ വാർത്തെടുത്ത ഒരു ഒളിപ്പോർ സംഘത്തെയും കൊണ്ട് മരക്കാറും കുട്യാലിയും സംഘവും വളവട്ടണം പുഴ വഴി പറങ്കികളോട് യുദ്ധത്തിന് പോവുകയാണ് ഉണ്ടായത്. ആ സമയത്ത് ഭാര്യ നിറഗർഭിണിയായിരുന്നു. അന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞത്, ഞാൻ ഗാമയുടെ തലയുമായി തിരികെ വന്നാൽ നമുക്ക് പൊന്നാനിയിലേക്ക് തന്നെ തിരിച്ചു പോകാം. അഥവാ ഞാൻ വന്നില്ലെങ്കിൽ നീ എന്നെ അറത്തിലെ തോട്ടിൻകരയിൽ തിരഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞിട്ട് പോയത്. അങ്ങനെ യാത്ര പറഞ്ഞ് യുദ്ധത്തിന് പോയ ഭർത്താവ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വരാതിരുന്നപ്പോൾ പൂർണ്ണ ഗർഭിണിയും ആകെ പരവശയുമായി തീർന്ന ആ സ്ത്രീ ഭർത്താവ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വളവട്ടണം പുഴ കടന്ന് അറത്തിൽ എന്ന സ്ഥലത്തേക്ക് പോവുകയാണ് ഉണ്ടായത്. അവിടെ ആ വിജനമായ ഒരു കുറ്റിക്കാട്ടിലെത്തിയപ്പോൾ അവർക്ക് പ്രസവവേദന വരികയും അങ്ങനെ ആരും കാണാതിരിക്കാൻ വേണ്ടി അവർ ആ കാട്ടിനകത്തേക്ക് കയറി മറ്റാരും സഹായത്തിനില്ലാതെ ആ ഉമ്മ 3 മക്കളെ പ്രസവിച്ചവിടെ. പക്ഷേ ആ 4 പേരും ആ കാട്ടിനകത്ത് തന്നെ മരിച്ചു പോവുകയാണ് ചെയ്തത്. പക്ഷെ ഒരു അത്ഭുതമെന്നോണം അവർ പുണ്യ സ്ത്രീ ആയതുകൊണ്ട് കുറുക്കനും കുറുനരികളും അങ്ങനെയുള്ള വന്യമൃഗങ്ങളൊക്കെയുള്ള ആ കാട്ടിൽ ഒന്നും ആ ശരീരത്തെ സ്പർശിക്കാതെ അവിടെ കാവലിരുന്നു എന്നാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചിറക്കൽ കോവിലകത്തിൻ്റെ അധികാര പരിധിയിലൊക്കെ തേങ്ങ പറിക്കാനെത്തുന്ന ഒരു ഹിന്ദു കുടുംബത്തിലെ ആളാണ്, തീയ സമുദായത്തിൽപ്പെട്ട ആളാണ് അയാൾ. പാക്കൻ എന്ന് പറയുന്ന അയാൾ തെങ്ങിൽ കയറിയപ്പോൾ ഈ ദൃശ്യം കാണാനിടയാകും. അയാൾ ഒരു അഭൗമ പ്രകാശം പോലെയാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് അയാൾ നിലവിളിച്ചുകൊണ്ട് നോക്കിയപ്പോൾ ഒരു ഉമ്മയും 3 മക്കളും മരിച്ചു കിടക്കുന്ന ഈ കാഴ്ച കാണുകയും അയാൾ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അയാളുടെ ഭാര്യയും കൂട്ടി വന്നു. ഈ ഉമ്മയും 3 മക്കളും ഇങ്ങനെ മരിച്ചു കിടക്കുന്ന കണ്ട് ആകെ അന്താളിച്ചു പോയ അവർ ചിറക്കൽ കോവിലകത്തെത്തി വിവരം അവിടുത്തെ തമ്പുരാനോട് അറിയിച്ചു. ആ കാലത്ത് അറത്തിൽ എന്ന് പറയുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളൊന്നും ഇല്ല.
അങ്ങനെ ചിറക്കൽ തമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരം വളപട്ടണത്തെ കടവിൽ നിന്ന് പ്രസിദ്ധനായ ഒരു ആദം ഗുരുക്കളുടെ കുടുംബത്തെ കൊണ്ടുവന്നിട്ട് മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തി. അറത്തിൽ തന്നെ അവരെ കബറടക്കുകയും ചെയ്തു. അങ്ങനെ ചിറക്കൽ തമ്പുരാൻ ആ സ്ഥലം ഈ കബറടക്കാൻ വേണ്ടി ആ സ്ഥലം വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. നമ്മളിവിടെ കാണുന്ന തുണികളൊക്കെ ഇവിടെ നേർച്ച സമർപ്പിക്കാനുള്ളതാണ്. നമ്മളും അതുപോലെ ഒരു തുണിയും ചന്ദനത്തിരിയും വാങ്ങി ഇവിടെ നേർച്ച കഴിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് മൂന്നാമത്തെ ദിവസം കടലിൽ നിന്ന് ഈ വാള് പിടിച്ച ഈ ഉമ്മയുടെ ഭർത്താവിൻ്റെ വലത് കൈ അറക്കലിലെ തോട്ടിലെത്തി നിന്നത്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അറത്തിലെ ആ തീരത്ത് തന്നെ വന്നടിഞ്ഞ ആ കൈയെടുത്ത് ഈ ബീവിയുടെ കബറിൻ്റെ അടുത്ത് തന്നെ അത് സംസ്കരിച്ചു. കാലിൻ്റെ ഭാഗം വളപട്ടണം കത്തനാപ്പള്ളിയിലും ബാക്കി ഭാഗം മരക്കാറിൻ്റെ വലങ്കൈയായിരുന്ന കുട്ടിയാലി ശൈഖിൻ്റെ വീരശരീരവും ഒത്ത് മാട്ടൂൽ പള്ളിയിലും കബറടക്കുകയാണ് ഉണ്ടായത്. ആ വാളും കുറേ കാലം അവിടെ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മരക്കാറും അവരുടെ പുണ്യ ഭാര്യയും പ്രസവത്തിൽ മരിച്ച ആ പാപമൊട്ടുമേൽക്കാത്ത മക്കളും കുറേ അന്ന് സംഭവിച്ച കുറേ അത്ഭുത സഹായങ്ങളും അതുപോലെ മൂന്ന് പെറ്റുമ്മയുടെ പ്രസിദ്ധമായ ചക്കരക്കഞ്ഞിയും ഇന്നും മതസൗഹാർദ്ദത്തിൻ്റെ മധുരം വിളമ്പിയിട്ട് ഒരു ഓർമ്മയായിട്ട് നിലനിൽക്കുന്നു. കാട്ടിലപ്പള്ളി മഖാം ഉറൂസ് എല്ലാ വർഷവും നടത്തപ്പെടും. ഉറൂസിന് തീയതി നിശ്ചയിക്കാനാവും മുന്നേ കാട്ടിൽ നിന്നൊരു ചില്ല തനിയെ പൊട്ടി വീഴുമെന്നും അതോടെ തീയതി ആ ചില്ല കത്തിച്ചിട്ട് ചക്കരക്കഞ്ഞി ഉണ്ടാക്കി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാവരും പങ്കിട്ടെടുക്കുകയും ചെയ്യുന്നു ഇപ്പോഴും. ഉറൂസിൻ്റെ അന്ന് ദേശക്കാർ പുട്ടും കടലയും ഇറച്ചിയൊക്കെ വെച്ച് പരസ്പരം സൽക്കരിക്കുകയും ചെയ്യുന്നു. ഈ കാണുന്നതാണ് മൂന്ന് പെറ്റുമ്മയുടെ ഭർത്താവായ കലന്തർ മരക്കാറിൻ്റെ അറത്തിൽ പുഴയുടെ തീരത്ത് വന്നടിഞ്ഞ ആ കൈ അതിവിടെയാണ് സംസ്കരിച്ചത്. അതുപോലെ മൂന്ന് പെറ്റുമ്മയുടെയും 3 മക്കളുടെയും ഖബറാണ് ഈ നമ്മൾ ആദ്യം മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഐതിഹ്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എടുത്ത് പറയാൻ പറ്റിയിട്ടില്ല. ഇതാണ് ഞാൻ ആ ജനലിൻ്റെ ഉള്ളിലേക്ക് കൂടി എടുത്ത രംഗാണിത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ചരിത്രം. പള്ളിയിലെ ഏറ്റവും വിശുദ്ധമായ നേർച്ചകളിൽ ഒന്നാണ് ചന്ദനത്തിരിയും തുണിയും. അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കബറിടത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുക ചെയ്യുക. സ്ത്രീകളാണ് ഇവിടെ കൂടുതലായിട്ടും പ്രാർത്ഥനക്കായി എത്തുന്നത്. ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും എല്ലാം ഇവിടെ ചന്ദനത്തിരി വെച്ച് പ്രാർത്ഥിക്കുന്നതിടത്തെ ഒരു പ്രത്യേക കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ നേർച്ചക്കായിട്ട് എത്തുന്നവർക്ക് ചക്കരച്ചോറ് വെച്ച് വിതരണം ചെയ്യാറുണ്ട്. അത് പണ്ട് കാലം മുതലേ അതിനുള്ള അവകാശം എടുത്ത ഹിന്ദുക്കൾക്ക് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കരിമ്പ്, ഹൽവ, ഈത്തപ്പഴം തുടങ്ങിയവ പള്ളിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോകുക എന്നതും ഇവിടുത്തെ ഒരു വിശ്വാസത്തിൻ്റെയും നേർച്ചയുടെയും ഭാഗമാണ്. പള്ളിയുടെ കീഴിലൊരു സ്കൂളുണ്ട്. അതിൻ്റെ വാഹനങ്ങളാണ് ഇവിടെ മുറ്റത്ത് നിർത്തിയിട്ട് കാണുന്നത്. അങ്ങനെ കണ്ണൂരിൻ്റെ മഹത്തായ മറ്റൊരു പാരമ്പര്യം കൂടി നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.